ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോണത് ടോപ്പിക് യമക്കലങ്കാരാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതിൽ രണ്ടാമത്തതാണ് യമക്കലങ്കാർ എന്ന് പറയുന്നത്. जब काव्य में कोई शब्द एक से अधिक बार आए और उसका कई अलग अर्थ हो तो उसे हम യമക് അലങ്കാർ कहते हैं. അല്ലെ, എന്താ പറഞ്ഞത്? നമ്മള് ഒരു പോയത്തില് അല്ലെ ഒരേ ലൈനില് മീൻസ് ഒരേ വേർഡ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് വരികയാണ്. അത് പറയുമ്പോഴാണ് നമുക്കത് യമക് അലങ്കാരാണെന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്? തീൻ ബേർ ഖാത്തി ഥീ വേ തീൻ ബേർ ഖാത്തി ഹെ എന്ന് ഒന്നും കൂടെ നോക്കുക. ജैसे तीन बेर खाती थी वे तीन बेर खाती है. അല്ലെ, ഇവിടെ ഏത് വേർഡാ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്? ബേർ എന്ന് പറഞ്ഞ വേർഡാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബേറിന്റെ ഫസ്റ്റ് മീനിങ് ടൈമാണ്, സമയം അല്ലെ. അടുത്ത പേര് എന്താണ്? ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആണ് അല്ലെ. ബേർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ആണ്, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഒക്കെ കിട്ടുന്ന ഒരു ഫ്രൂട്ട്. അതിപ്പോ നമുക്ക് കേരളത്തിലും കിട്ടാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലെ എന്താണ്, ഒരേ വേർഡ് വന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് യമക് അലങ്കാർ. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.